തന്റെ ഭാര്യ ചെന്താമര കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ചെന്താമരയുടെ അമ്മാവൻ പരമേശ്വരൻ പറയുന്നു. തന്നെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്നലെ രാവിലെ 8 മണിക്ക് ചെന്താമരയെ കണ്ടിരുന്നുവെന്നും അപ്പോഴും കയ്യിൽ വാളുണ്ടായിരുന്നുവെന്നും പരമേശ്വരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ചെന്താമരയെ അവസാനമായി കണ്ട ബന്ധു പരമേശ്വരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടൻ എപ്പോഴാണ് അവസാനം കണ്ടത്? അവസാനം ഒരു 8 മണിക്ക് രാവിലെ. കൊലപാതകത്തിൻ്റെ തൊട്ട് മുന്നേ ഇവൻ്റെ ശല്യം കൊണ്ട് ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളും വിളിക്കിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കൊടുവാൾ എടുത്തിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാര്യനെ വെട്ടും പറഞ്ഞിട്ട് ഭീഷണിയൊക്കെ നടത്തിയാണ്. അതുകൊണ്ട് എന്തിനും ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ഒരു കൊടുവാൾ എടുക്കും. ഞാനെടുത്തെങ്കിലും ഭാര്യ എങ്ങനെ എടുത്ത് കൈവയ്ക്കും. അപ്പോൾ ഈ ചപ്പും ചമ്മലയൊക്കെ മാറ്റാനാണ് പറഞ്ഞിട്ട് ഈ കൊടുവാളും കൈവച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഭീഷണി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാര്യ തന്നെയല്ല ആദ്യം ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ലോറിയിലോടണവനാണ്, മാസത്തിലെ വരിക. കൊല്ലാൻ നോക്കിയത് ലോറിയിലോടിയിട്ട് അപ്പോഴെങ്കിലും പിന്നെ ആ ലോറി പണി വിട്ടിട്ട് ഇവിടെ ഇരുന്നത് കൊണ്ട് പിന്നെ അവന് വരാൻ പറ്റില്ല. അവൻ്റെ സ്വന്തം ഭാര്യ അവന് വെട്ടാൻ പോയപ്പോൾ ഓടിയല്ലോ. അത് ഇവരെ കൂടെ പറഞ്ഞിട്ട് ഓടി പറഞ്ഞിട്ടാണ് അവൻ്റെ ഒരു അന്ധവിശ്വാസം. അതിൻ്റെ ഇതിലാണ് മൈലാത്തി ഒന്ന് 3-4 പെണ്ണുങ്ങളിൽ വട്ടാവർ നടക്കുന്നത്, ഡാൻസ് കിട്ടി കൊല്ലുന്നു പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അവൻ്റെ ഭാര്യ ഇപ്പം വെട്ടാൻ പോയപ്പോൾ തട്ടിയിട്ട് ഓടിപ്പോയി മൈലാത്തിൻ്റെ വീട്ടിനുള്ളിൽ കയറി, ആ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്ന് നീ അങ്ങനെ ഉള്ളിൽ കയറ്റി അന്ന് രാത്രി ഇരുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇവനൊരു വൈരാഗ്യം. വലിയ അന്ധവിശ്വാസി പറഞ്ഞാൽ ഏതൊരു പണിക്കാർ പറഞ്ഞാലും ആ വഴിക്ക് പോയി അതിനെ കുറേ തിരിഞ്ഞ് ശരിയല്ലേ വന്നിട്ട് പിന്നെ ഒരു പണിക്കൻ്റെ കാശ് കിട്ടി അപ്പോൾ പണിക്കൻ്റെ അടുത്ത് പോകും. ഏതെങ്കിലും ഒരു പണിക്കൻ്റെ അടുത്ത് പോകും. 8 മണിക്ക് കണ്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. കണ്ടത് അപ്പം തന്നെ നമ്മുടെ ഭാര്യ എന്താ ചെന്താമര വീട്ടിൽ കാണുന്നു പറഞ്ഞപ്പോൾ വിറകുണ്ടായിരുന്നു, വിറകിനെ അവിടെ ഇട്ടു. എൻ്റെ സംരക്ഷണത്തിന് നോക്കുക കൊടുവാളെ ഇങ്ങനെ വളഞ്ഞു വെച്ചിട്ടുണ്ട്, തുണിയിൽ മുണ്ടിൽ കൂടെ വെച്ചിട്ടുണ്ട്. വീശി വെട്ടാനാണ് പറഞ്ഞിട്ട് അവൻ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇയാളിങ്ങോട്ട് വരലും വെട്ടലും. വീട്ട് കഴിഞ്ഞപ്പോൾ തള്ള കണ്ടിട്ട് ഓടിയിട്ട് വന്നിട്ടുണ്ടാവും. തള്ളനപ്പുറത്തും വെച്ച് പോയി. മകള് വരാണ്ടിരുന്നത്, മകള് ഇന്നലെ വന്നതാണ്. മകളും പോയി, ഇവളും പോയി. പക്ഷേ എന്തോ നല്ല കാലത്തിന് ഇത് 9 മണിക്കുള്ള വണ്ടി കയറിയും പോയി. മകൾ ഇങ്ങോട്ട് വരില്ല പറഞ്ഞിട്ട് പരാതിയും കൊടുത്ത് വന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളെയും രക്ഷപ്പെടും. അവൾ കണ്ടാണെങ്കിൽ ഓടില്ല, രക്ഷപ്പെടുത്താൻ പോയില്ലേ, പോകുമ്പോൾ അവളെയും പറ്റിയില്ലേ. ചെന്താമര കടുത്ത അന്ധവിശ്വാസിയായിരുന്നു. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നിരവധി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്നാണ് പ്രദേശവാസികളും വ്യക്തമാക്കുന്നത്. ഹരിയോടൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഒരാൾ കയ്യിൽ ആയുധവുമായി ഇങ്ങനെ റോന്ത് ചുറ്റുകയാണ്. ചെന്താമരയുടെ അമ്മാവൻ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്, പരമേശ്വരൻ.